ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ടിട്ട് വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൂരത്തും ചാരത്തും ഒക്കെ നിന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വാഗ്ദത്തമാണ്. നിങ്ങളെ വിളിക്കുന്നവൻ, നമ്മളെ വിളിച്ചത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ആ വിളിച്ച ദൈവം എന്ത് ചെയ്തു? നമ്മുടെ മേലുള്ള സകല വാഗ്ദത്തങ്ങളും നിവർത്തിക്കുമെന്ന്. നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും നിവർത്തി തരുവാൻ, പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ദൂത് കൊടുക്കുമ്പോൾ പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്ന ചില ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. നിൻ്റെ ഏത് പ്രശ്നമായിരുന്നാലും ദൈവം നിവർത്തിക്കും. കാരണം നമ്മുടെ ദൈവം അവൻ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം വരുത്താതെ ഇരിക്കുന്ന ദൈവം. നമ്മുടെ കർത്താവ് ഒരിക്കലും വാക്ക് മാറത്തില്ല, മാറ്റം വരുത്തത്തുമില്ല. കാരണം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹിതത്തിന് ഒരിക്കലും മാറ്റം വരുത്തിയാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചനങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വിശുദ്ധ വേദപുസ്തകം നാം വിശ്വസിക്കാൻ കാരണം തന്നെ എന്താണ്? നമ്മുടെ ദൈവം വിശ്വസ്തനായതുകൊണ്ടും അവൻ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ശക്തനായ ദൈവമായതുകൊണ്ടുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ അനുഭവത്തിലേക്ക് നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി ഒരുപക്ഷെ നിനക്കറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ദൈവം അറിയുന്നു. സമയമാകുമ്പോൾ നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, തലമുറയിൽ എല്ലാം ഒരു മാറ്റം തരും. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രയീമിനെ കാണുകയിരുന്ന മോശെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ നീ അനുഭവിക്കുന്ന സകല പീഡനങ്ങളുടെ നടുവിൽ നിന്നും സർവശക്തനായ ദൈവം നിന്നെ വിടുവിച്ചിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക്, ഒരു പുതിയ നന്മയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാനുണ്ട് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പല വിഷയങ്ങളിൽ ഭാരപ്പെട്ട് മനം കലങ്ങി കണ്ണുനീരോടെ, ദുഃഖത്തോടെ, സങ്കടത്തോടെ, വേദനയോടെ കഴിയുക. ഒരു മറുപടിയും കാണാതെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നാം ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ആമേൻ, സഭകൾക്ക് ദൂത് കൊടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ മടങ്ങി വരുവിന്ന എല്ലായിടത്തും പറയുന്നത്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കകത്തൊന്നും മാറ്റം വരുത്തിയില്ല. നിന്റെ സന്തതി മിസ്രയീമിൽ നിന്ന് മടങ്ങി വരും. അത് സംഭവിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, വാഗ്ദത്ത ദേശം നിനക്ക് തരും, തലമുറയെ തരും. നിന്റെ സന്തതി ഭൂമിയിലെ ആമയിലെ പൊടി പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകുന്നു. അതെല്ലാം അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നിറവേറിയതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ദൈവം നിന്നെ വിളിച്ച വിളിച്ച അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ നിന്നോട് പറഞ്ഞ എല്ലാം നിവർത്തിച്ച് തരുവാൻ ദൈവം വിശ്വസനാണ്. പക്ഷെ മടങ്ങി വരണം. മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുക. അപ്പോൾ ഞങ്ങളൊരു ദൈവവിശ്വാസിയല്ലേ, ഞങ്ങൾക്ക് ദൈവമുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞങ്ങൾ എങ്ങനെയാണ്, എന്തിനാണ് മടങ്ങി വരേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, നീ മടങ്ങി വരേണ്ടത് നിന്റെ ജീവിതത്തിൻ്റെ പാപം, ആ പാപം നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ തലമുറയിൽ മാത്രമല്ല, നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും ദൈവഹിതമല്ലാത്ത പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്, കുടികൊള്ളുന്നത് കൊണ്ട് നീ പാപത്തെ വിട്ട് മടങ്ങി വന്നാൽ, ഹല്ലേലൂയ, പാപജീവിതം നീ ഉപേക്ഷിച്ച് കടന്നു വന്നാൽ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. നിന്റെ മേലുള്ള സകല വാഗ്ദത്തങ്ങളും അബ്രഹാമിൽ നിവർത്തിച്ചതുപോലെ ദൈവം നിന്നെയും ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ ശരിയായ രീതിയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം പുകഴുന്നവരുണ്ട്, സ്വന്തം തെറ്റുകളെ മറച്ചു വെക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സമൃദ്ധിയോ സന്തോഷമോ സമാധാനമോ പ്രാപിക്കാൻ കഴിയില്ല.
നമ്മൾ ഹൃദയം തുറന്ന് ദൈവത്തോട് പറഞ്ഞ് നമ്മുടെ കുറവുകളെ പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിൽ മാനസാന്തരപ്പെടണമെന്ന് അല്ലെങ്കിൽ എഫെസോസ് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. 2-ാം 4-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ എഫെസോസ് സഭയോട് പറഞ്ഞ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ് ലോകസ്നേഹം നിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവവും നീയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അത് എഫെസോസ് സഭയോട് പറയുന്ന ദൂത് നിന്നോടും പറയുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് നീ മടങ്ങി ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വന്നാൽ എൻ്റെ തമ്പുരാൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ കരുതുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നിൻ്റെ ആദ്യ സ്നേഹം ദൈവത്തോടുള്ള നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട സ്നേഹം മടക്കി തരുവാൻ ദൈവം ഹല്ലേലൂയ പറയുക. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട സ്നേഹം നീ ദൈവത്തിന് മടക്കി കൊടുക്കുമ്പോൾ നിന്നെ പൊതിയുന്ന ഒരു സ്നേഹം ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പെർഗാമോസ് സഭയോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മരണം വരെ സത്യസന്ധമായി ജീവിക്കുവാൻ വേണ്ടി മാനസാന്തരപ്പെടുക. വെളിപ്പാട് പുസ്തകം 2:9 കാണാൻ കഴിയും. ലോകജനങ്ങളുടെ ഇടയിൽ നിനക്ക് എന്നിലുണ്ടായിരുന്ന പ്രത്യാശ എനിക്ക് നന്നായി അറിയാം. എങ്കിലും തെറ്റായ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നീ ജീവിക്കുന്നത് കൊണ്ട് നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറവാനുണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക എന്ന് തുയത്തൈര സഭയോടും പെർഗാമോസ് സഭയോടും ഒക്കെ അവരുടെ വിവിധ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സമർപ്പണവും എല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവം അതൊരിക്കലും മറന്നു കളയുന്നവനല്ല. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതും കഷ്ടം സഹിച്ചതും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. അതെല്ലാം ദൈവത്തിനറിയാം. നമ്മളൊന്നും പറഞ്ഞ് ധരിപ്പിക്കണ്ട. നിൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ പോലും അറിയുന്നവനാണ്. എന്നാൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ വാഗ്ദത്തം നിറവേറാത്തതിൻ്റെ കാരണം നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് നീ മടങ്ങി വന്നാൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം ഒരു അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്ന രാമയും പറഞ്ഞാട്ട് ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ നീ മടങ്ങി വന്നാൽ നിന്നെ വിളിച്ച ദൈവം നിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം തരും, നിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം തരും. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ, അവസ്ഥ മാറ്റുമ്പോൾ മനുഷ്യൻ്റെ ഒരു സഹായം പോലെയല്ല. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയാൽ നമ്മൾക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത നിലയിൽ അവൻ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. അങ്ങനെ ഒരു അനുഗ്രഹത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ നിനക്ക് നഷ്ടമായ ആദ്യ സ്നേഹം, ദൈവത്തോടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ഹല്ലേലൂയ, തമ്പുരാൻ ചിലത് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വായിച്ച വചനതയുടെ 1 തെസ്സലോനിക്യ ലേഖനം 5-ാം 24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. അത് നിൻ്റെ സകല വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ സമയമായി. നിന്നോട് പറഞ്ഞ സകല ദൂതുകൾ നിറവേറുന്ന സമയമായി. നിൻ്റെ കുടുംബത്തിലെ കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നീ കടന്നു പോകുന്ന മാനസികമായ വേദനകൾക്കെല്ലാം ഒരു പരിഹാരം നൽകുവാൻ യേശു വിശ്വസ്തനാണ്. അതിന് സമയമായി. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തരും അശരണ യാചകരും ഓർഫണേജ്, ജുവൽ ഹോമിനും തടവറയിലുമായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, മതനേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക ചരിത്ര മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ മത നേതാക്കന്മാരെയും കർത്താവ് സകല ജനത്തെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ജനം മടങ്ങി വന്ന് കർത്താവിങ്കിൽ സമർപ്പിച്ച് കർത്താവെ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.